അമേരിക്കയെയും ഇസ്രായേലിനെയും ഇറാൻ കബളിപ്പിക്കുന്ന വീഡിയോ ഫൂട്ടേജാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു ബോംബ് നിർമ്മാണ ചെലവ് എന്നൊക്കെ പറഞ്ഞാൽ മില്യൺ കണക്കിന് ഡോളറുകളാണ്. ഇറാൻ തൻ്റെ ശത്രുരാജ്യങ്ങളുടെ സാമ്പത്തിക ശേഷി നശിപ്പിച്ചുകൊണ്ടുള്ള യുദ്ധതന്ത്രമാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് തന്നെ ബ്രിട്ടനും ജർമ്മനിയുമൊക്കെ പുറത്തെടുത്തുള്ള ഒരു രീതിയാണ്. ഡമ്മി ടാങ്കുകളും ഡമ്മി വിമാനങ്ങളുമൊക്കെ ലാൻഡിൽ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ശത്രുരാജ്യങ്ങളുടെ റഡാറുകളിലും സാറ്റലൈറ്റുകളിലും പതിയുന്ന ദൃശ്യങ്ങളനുസരിച്ച് അവർ ബോംബിടുമ്പോൾ അത് ഡമ്മിയാണെന്ന് തിരിച്ചറിയുകയും അവരുടെ മിസൈൽ ശേഷിയും ബോംബും ഒക്കെ വെറുതെ നശിച്ചു പോകുന്ന ഒരു പദ്ധതിയാണ് ഇത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി അമേരിക്കയെ പറ്റിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു റബ്ബർ കൊണ്ടും മരത്തിനെ കൊണ്ടും ഉണ്ടാക്കിയ കൃത്രിമ വിമാനങ്ങളും കൃത്രിമ ടാങ്കുകളുമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിർമ്മാണം നടക്കുന്നത് ഒന്നെങ്കിൽ റബ്ബർ കൊണ്ടോ അല്ലെങ്കിൽ ടാങ്ക് കൊണ്ടോ അല്ലെങ്കിൽ പോളിത്തീൻ കൊണ്ടോ മറ്റുമായിരിക്കും ഉണ്ടാകുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ യഥാർത്ഥ ടാങ്ക് പോലെ തോന്നുമെങ്കിലും ശത്രുവിമാനങ്ങൾ മുകളിൽ നിന്ന് കണ്ടാൽ അത് യഥാർത്ഥമെന്ന് കരുതി അതിലേക്ക് മിസൈലുകൾ ഇടുകയും ബോംബിടുകയും ചെയ്യുന്നു. അതിലൂടെ ബോംബിടുന്ന ശത്രുരാജ്യം പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവരുടെ ഒരു മിസൈലോ ബോംബോ എന്താവും നഷ്ടപ്പെട്ടു പോകും. അതിലൂടെ അവർക്ക് മില്യൺ കണക്കിന് ഡോളറുകൾ നഷ്ടം സംഭവിക്കുകയും ചെയ്യും. ഇതേ യുദ്ധതന്ത്രം ഇപ്പോൾ വീണ്ടും ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേലിനെയും അമേരിക്കയെയും വളരെ തന്ത്രപൂർവ്വം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലത്ത് ഹെലികോപ്റ്ററിൻ്റെയും വിമാനത്തിൻ്റെയും ഫൈറ്റർ ജെറ്റുകളുടെയും ഒക്കെ രൂപങ്ങൾ വെറും ചിലവ് കുറഞ്ഞ് പെയിൻ്റ് അടിച്ചു വെക്കുകയും അത് ഒറിജിനലാണെന്ന് കരുതി ഇസ്രായേലും അമേരിക്കയും ഇതിലേക്ക് ബോംബിടുന്നു. അതിലൂടെ അമേരിക്കയും ഇസ്രായേലും പറ്റിക്കപ്പെടുകയും ചെയ്യുന്നു. അതിബുദ്ധിമാന്മാരായ രാജ്യങ്ങൾ അവരുടെ യുദ്ധത്തിൽ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളാണ് ഇത്തരത്തിൽ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു?